ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലും രാജ്യത്തുമുണ്ടായിട്ടുള്ള വിവാദപരമായ ചർച്ചകൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഗൗരവം, അതിൻ്റെ തലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം നേരത്തെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും കൂടുതൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് പ്രതികരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുന്നത്, ആവശ്യപ്പെടുന്നത് ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളും ഹീനമായ കുറ്റകൃത്യങ്ങളും ചെയ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ വിഷയത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേരള സർക്കാരാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമാണ്. കാരണം 4.5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ചെയർപേഴ്സണായിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം 4.5 വർഷക്കാലം ഒരു നടപടിയും സ്വീകരിക്കാതെ അത് പൂഴ്ത്തിവെച്ചത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. ആ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? കുറ്റാരോപിതരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖരെ സംരക്ഷിക്കാൻ, ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, വേട്ടക്കാരെ സംരക്ഷിക്കാനും ഇരകളുടെ താൽപ്പര്യങ്ങൾ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത് സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ ഈ കാര്യത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യണം. അതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകേണ്ടത്. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചതുപോലെ എത്ര നിയമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ലംഘിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിലെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന ഗവൺമെൻറ് ലംഘിച്ചിരിക്കുന്നു. 2 പോക്സോ നിയമം ഗവൺമെൻറ് ലംഘിച്ചിരിക്കുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉൾപ്പെടെ, സാക്ഷി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിന്മേൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ പൂഴ്ത്തിവെച്ചത് നിയമലംഘനമാണ്, ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ക്രിമിനൽ കുറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഫസ്റ്റ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഈ ഗവൺമെൻറ്റാണ്. മാത്രവുമല്ല, മറ്റൊരു പ്രശ്നം, വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശം അനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പേജുകളും നിരവധി ഖണ്ഡികകളും വെട്ടിമാറ്റിയത് ഉൾപ്പെടെയുള്ളത് വിവരാവകാശ നിയമം ലംഘിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനം, പോക്സോ നിയമത്തിൻ്റെ ലംഘനം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റ് പല നിയമങ്ങളും, അതായത് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയിട്ടുള്ള പുതിയ നിയമങ്ങളുടെ പേര് പോലും പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പഴയ പേരുകൾ തന്നെ ഉപയോഗിച്ചത്. ആ ക്രിമിനൽ നിയമ സംഹിതയുടെയും നഗ്നമായിട്ടുള്ള ലംഘനം നടത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. നിയമമനുസരിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായി ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻവെസ്റ്റിംഗ് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ലെങ്കിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ലിഖിതമായ നിയമത്തിലെ വ്യവസ്ഥ എന്നുണ്ടെങ്കിൽ, സംസ്ഥാന ഗവൺമെൻറ് തന്നെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ആ നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരായി അതുപോലെ മറ്റു പലർക്കുമെതിരായി നടത്തിയിട്ടുള്ള ലൈംഗികമായ അതിക്രമങ്ങളും ഹീനമായ കുറ്റകൃത്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണിതിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരായിട്ടുള്ളത്. ആ ഗവൺമെൻറ് ഈ കാര്യത്തിൽ അക്കൗണ്ടബിളാകണം. അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് നേതൃത്വം കൊടുത്ത വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ എന്ന സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് ഈ വകുപ്പിൽ തുടരാനുള്ള അവകാശമില്ല. എത്രയും പെട്ടെന്ന് രാജിവെച്ച് തൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള മൂല്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് രണ്ടാമത് ആവശ്യപ്പെടാനുള്ളത്.
കാരണം ഈ റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കുറേ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോഴും എന്നാൽ റിപ്പോർട്ട് കിട്ടിയാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് തുടർ നടപടികൾ സ്വീകരിക്കണം. റിപ്പോർട്ട് പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഞാൻ വളരെ വ്യക്തമായ ചോദ്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് നടപടി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു? നിരവധി സിനിമാ രംഗത്തെ പെൺകുട്ടികൾ അടക്കമുള്ളവർ ലൈംഗികമായ പീഡനത്തിന് വിധേയമായി. ഒരു പവർ ലോബി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലിം ഇൻഡസ്ട്രിയെ ശുദ്ധീകരിക്കുന്നതിന്, ഇരകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാർ അവരെ പൂർണ്ണമായും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് സർക്കാർ അവരെ സംരക്ഷിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പോലും തകർക്കുന്നതാണ്. ഇന്ന് കേരളം ദേശീയ തലത്തിലും ആഗോള സമൂഹത്തിന് മുന്നിലും ലൈംഗിക വൈകൃതത്തിൻ്റെ നാട് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്.